എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ എപ്പോൾ ഒരു ടെക്നോ ഡിവൈസിൻ്റെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ താഴെ ഒരു കമൻറ്റ് വരും, ചേട്ടാ ഇതിനൊക്കെ വാറൻറ്റി കേരളത്തിൽ കിട്ടുമോ? ആ ചോദ്യത്തിനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. ഇത് സ്പോൺസേർഡ് കണ്ടന്റ് ഒന്നുമല്ല. ഈ ചോദ്യം ഒത്തിരി പേർക്കുണ്ടെന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ടെക്നോയുടെ സർവീസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിനു മുന്നേ കുറച്ച് ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ ഫാക്ട് ചെക്ക്. ടെക്നോ ഒരു ഇന്ത്യൻ ബ്രാൻഡല്ല, അതാദ്യമേ തന്നെ പറയുന്നു. ഇൻഫിനിക്സ് ഒരു ഇന്ത്യൻ ബ്രാൻഡല്ല. ഇതെല്ലാം ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ബ്രാൻഡുകളാണ്. ഇതെല്ലാം ചൈനീസാണ്. ഐറ്റൽ, ഇൻഫിനിക്സ്, ടെക്നോ, ഈ 3 ബ്രാൻഡുകളും വരുന്നത് ഒറ്റ മദർ കമ്പനിയിൽ നിന്നാണ്. അത് ചൈനീസ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഹോൾഡിങ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇവർ ഓൺ ചെയ്യുന്ന മറ്റൊരു സർവീസ് ബ്രാൻഡാണ് കാൾകെയർ. അപ്പോൾ ഈ കാൾകെയർ തന്നെയാണ് ഈ 3 ബ്രാൻഡുകളുടെയും സർവീസുകളും ഓൾ അറൗണ്ട് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും ഐറ്റലും ടെക്നോയും ഇൻഫിനിക്സൊക്കെ ഇന്ത്യൻ ബ്രാൻഡുകളാണോ എന്ന് സംശയിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ഒരു സംശയം വേണ്ട, ഇതൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഈ ബ്രാൻഡുകളൊക്കെ പ്രധാനമായിട്ടും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ, പ്രധാനമായിട്ടും ഏഷ്യ, ആഫ്രിക്ക, അറേബ്യ, ഈ ഏരിയാസിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഇവർ ഇപ്പോൾ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇവരുടെ സർവീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ സർവീസ് ബ്രാൻഡായിട്ടുള്ള കാൾകെയർ ആണ് ചെയ്യുന്നത്. കാൾകെയർ ഒരു കമ്പനിയുടെ മാത്രമല്ല, ഇഷ്ടം പോലെ കമ്പനികളുടെ സർവീസസ് അവർ ഔട്ട്സോഴ്സ് ചെയ്ത് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെ ഒരു സർവീസ് ബ്രാൻഡ് ഉള്ളത് കൊണ്ട് പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇവർ തന്നെയാണ് ത്രൂ ഔട്ട് ഇന്ത്യ ചെയ്യുന്നത്. ഇനി എങ്ങനെ കാൾകെയറിൻ്റെ സർവീസ് അല്ലെങ്കിൽ ടെക്നോയുടെയൊക്കെ സർവീസ് ആക്സസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നേരെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക എന്നാണ്. കാരണം കാൾകെയറിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു വെബ്സൈറ്റ് അല്ല. തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് സർവീസ് സെൻറ്റർ അഡ്രസ് പേജിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോഴേക്കും അത് പലപ്പോഴും ക്രാഷ് ആവാറാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ കാൾകെയറിൻ്റെ വെബ്സൈറ്റിൽ പോവുക, സെർച്ച് ബാറിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സർവീസ് സെൻറ്റേഴ്സും അവിടെ കാണിക്കും. അതിൽ ഏറ്റവും അടുത്തുള്ളതിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഗൂഗിൾ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിലും വിളിച്ചു നോക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു സർവീസ് സെൻറ്റർ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ വിളിക്കുക, അവരുമായിട്ട് സംസാരിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ UAE വരുന്നതിന് ഒരു 6 മാസം മുന്നെയാണ് ഞാനിവിടെ പോയത്. കോവിഡൊന്നും ഇത്ര സീനില്ലായിരുന്നു കേട്ടോ. സ്പെക്ട്രം സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കാൾകെയറിന് വേണ്ടി ഇടുക്കിയിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സർവീസാണ്. ഇടുക്കിയിലെ ചേട്ടന്മാരെക്കുറിച്ച് പറയണ്ടല്ലോ, നല്ലതായിട്ട് നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും. എനിക്ക് കൃത്യം ഗൈഡൻസ് തന്നു, എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തന്നു. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സർവീസ് ടെക്നീഷ്യൻസ് ആയിരുന്നു. അപ്പോൾ സ്പെക്ട്രം സൊല്യൂഷൻസിലെ ചേട്ടന്മാരോടൊരു വലിയ താങ്ക് യു. അവിടെ ചെന്നപ്പോഴേക്കും അവർ വേണ്ട രീതിയിലെല്ലാം കൈകാര്യം ചെയ്തു. അപ്പം എൻ്റെ കയ്യിൽ പേപ്പേഴ്സ് എല്ലാം പ്രോപ്പറായിട്ടുണ്ടായിരുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ജോബ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അവർ നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. ഇനി ഇടുക്കിയിലുള്ള ചങ്ങായിമാർ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ടപ്പനയിൽ ഇരട്ടയാർ റോട്ടിൽ പഴയ ഗ്രാമീൺ ബാങ്ക് ഇരുന്ന ബിൽഡിങ്, ഇപ്പോൾ പുതിയ യൂണിയൻ ബാങ്കിൻ്റെ ഓഫീസ് അവിടെയാണ്. അതെവിടെയാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിൽഡിംഗ് എത്താൻ കഴിയും. അതിൻ്റെ 2nd ഫ്ലോറിലാണ് സ്പെക്ട്രം സൊല്യൂഷൻസ് ഉള്ളത്. അവർ തന്നെയാണ് ഇടുക്കിയിൽ ലാവയുടെയും സോളോയുടെയും സർവീസ് ചെയ്യുന്നത്. അപ്പോൾ സോളോ ഡിവൈസുകൾ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സർവീസ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലെ ചേട്ടന്മാർ സൂപ്പറാണ്. അപ്പോൾ ആ വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചല്ലോ. ടെക്നോ ഡിവൈസുകൾ കേരളത്തിൽ തന്നെ സർവീസ് ചെയ്യാൻ കഴിയും. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും കാൾകെയറിൻ്റെ സർവീസ് ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ 3 ബ്രാൻഡുകൾ, സ്വന്തം ബ്രാൻഡുകളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകൾക്കും അവർ സർവീസ് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒത്തിരി സർവീസ് പാർട്ട്നേഴ്സ് ത്രൂ ഔട്ട് കേരള ഉണ്ട്. ഇനി അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞ 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 2-3 ടിപ്സ്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാറൻറ്റി എങ്ങനെ ക്ലെയിം ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതിനകത്തുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ബോക്സ് കണ്ടൻസും അതുപോലെ തന്നെ വാറൻറ്റി പേപ്പേഴ്സും ബില്ലും നിങ്ങൾ സേഫായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഫോണിൻ്റെ പുറകിൽ വരുന്ന വൈറ്റ് സ്ലിപ്പ് അതും സേഫായിട്ട് വെക്കുക. പിന്നെ കാൾകെയറിൽ പൊതുവേ അവർ റിപ്പയർ ആണ് പ്രിഫർ ചെയ്യുന്നത്. റീപ്ലേസ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിരുത്സാഹിതരായേക്കാം. അതുകൊണ്ട് ഒരു റീപ്ലേസ്മെൻറ്റ് നോക്കരുത്, റിപ്പയർ ആയിരിക്കും മിക്കവാറും അവർ തരുന്നത്. പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ റിട്ടേൺ പീരീഡിലാണ് നിൽക്കുന്നതെങ്കിൽ റിട്ടേൺ ചെയ്യാൻ തന്നെ നോക്കുക എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
ഇനി നിങ്ങളൊരു കടയിൽ നിന്നാണ് ടെക്നോ, ഐറ്റൽ അല്ലെങ്കിൽ ഇൻഫിനിക്സ് പ്രോഡക്റ്റ് എടുക്കുന്നത്. അത് 10 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും മേജർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും റീപ്ലേസ്മെൻറ്റിന് പരിഗണിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.